ഇറാൻ ആക്രമണം നടന്ന കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ചെയർമാൻ ഷെയ്ഖ് എഞ്ചിനീയർ ഹമൌദ് മുബാറക് അൽ ഹമൂദ് അൽ സബാഹിനൊപ്പം പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധന സന്ദർശനം നടത്തി. പാസഞ്ചർ ടെർമിനലിന്റെ കേടുപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമായ നടപടികൾ ഉടനടി സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ സ്വീകരിച്ച നടപടിക്രമങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. നിലവിലെ സാഹചര്യം ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള ശ്രമങ്ങളെയും ഏകോപനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. കുവൈറ്റ് വിമാനത്താവള ആക്രമണം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ശനിയാഴ്ചയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. നിരവധി തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കുകൾ സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു. പാസഞ്ചർ കെട്ടിടത്തിന് T1 പരിമിതമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും കുവൈത്തിലെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി അറിയിച്ചു. കുവൈത്ത് വ്യോമ അതിർത്തിയിൽ കണ്ടെത്തിയ മിസൈലുകൾ പ്രതിരോധിച്ചതായി കുവൈത്ത് ആർമി അറിയിച്ചിരുന്നു. കുവൈറ്റിന്റെ വ്യോമ അതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള തുടർച്ചയായ ജാഗ്രതയുടെ ഭാഗമായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ അതിർത്തിയിൽ കണ്ടെത്തിയ മിസൈലുകളെ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് കുവൈറ്റ് സായുധ സേനയുടെ ജനറൽ സെക്രട്ടറി കമാൻഡ് പ്രഖ്യാപിച്ചു. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ തേടാനും കിംവദന്തികളോ സ്ഥിരീകരിക്കാത്ത വാർത്തകളോ അവഗണിക്കാനും ജനറൽ കമാൻഡ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളികളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ പള്ളിക്കു സമീപം പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ബോംബ് സ്ക്വാഡിനെ അടക്കം ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാകുന്നത്. പള്ളിക്കകത്തു തന്നെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും പോലീസ് സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. കൊച്ചി പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്ന ജൂതപ്പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ജൂത ദേവാലയമാണ്. കൊച്ചിയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നതും ഇവിടെയാണ്. ലോക ശ്രദ്ധ നേടിയിട്ടുള്ള ഈ സിനഗോഗ് കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുള്ള ചരിത്ര സ്മാരകമാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പള്ളിക്ക് കൂടുതൽ സുരക്ഷ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവും ഉണ്ടത്രേ. എന്തായാലും ഒരു കാലത്ത് ജൂത സമൂഹം കൂട്ടത്തോടെ താമസിച്ചിരുന്ന കേന്ദ്രമാണിത്. അവിടത്തായി 2 പള്ളികളാണ് ഇവിടെ ഉള്ളത്. ഇസ്രായേൽ സ്വതന്ത്രമായതോടെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ജൂതൻ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. കൊച്ചിയിൽ ഒരാൾ മാത്രമാണ് ശേഷിക്കുന്നത്. സമൂഹം ഒന്നാകെ ഇസ്രായേലിലേക്ക് മടങ്ങിയെങ്കിലും അവർ തന്നെയാണ് ജൂതപ്പള്ളിയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. അതിനായി ഒരു ട്രസ്റ്റുമുണ്ട്. വേണ്ടത്ര ആളില്ലാത്തതിനാൽ പള്ളിയിൽ ആരാധന നടക്കാറില്ല. എന്നാൽ വിദേശ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമാണ് ഇത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമായ കാലത്തും വിദേശ വിനോദസഞ്ചാരികളടക്കം നൂറുകണക്കിന് ആളുകൾ പള്ളി സന്ദർശിച്ചു വരികയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട ടൂറിസത്തെ ആശ്രയിച്ചാണ് ഈ പ്രദേശത്തിന്റെ നിലനിൽപ്പ് പോലും.